നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡ് കിരീടമൊക്കെ അടിയറ വെച്ചല്ലോ. പക്ഷെ നാളെ അവർക്ക് വീണ്ടും കളിയുണ്ട്. കളിച്ച് തീർക്കണമല്ലോ. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിക്കാണ് കളി. റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്ത് റയൽ ഒവീഡയുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. റയൽ ഒവീഡോ ഏറ്റവും താഴെ നിൽക്കുന്ന ടീമാണ്. അവർക്കെതിരെ കലിപ്പ് തീർക്കുമോ റയൽ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പക്ഷേ ഈ കളിക്ക് എംബാപ്പെ ഉണ്ടാകുമോ? എംബാപ്പെ ഇനി ഈ സീസണിൽ റയലിനായിട്ട് കളിക്കുമോ? അതല്ല നേരെ ആൾ വേൾഡ് കപ്പ് കളിക്കാൻ പോകുമോ? ഇതൊക്കെയാണ് ചോദ്യം. 100% എംബാപ്പെ റയലിന് സമർപ്പിച്ച് കളിച്ചു എന്ന് അഭിപ്രായമുണ്ടോ? ഇതൊക്കെ ആർബിലോവയോട് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ ചോദിക്കേണ്ടായി. അപ്പോൾ എംബാപ്പെ നാളെ കളിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് ഇന്ന് ട്രെയിനിങ് സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ ഷുവർലി നാളെ കുറച്ച് മിനിറ്റുകൾ കളിക്കും. അപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും ചോദിച്ചു, എംബാപ്പെ 100% നൽകി ടീമിന് വേണ്ടി എന്നൊരു അഭിപ്രായം ഉണ്ടോ, അങ്ങനെ തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി അല്ല, ഓഫ് കോഴ്സ് എനിക്കുണ്ട് എന്ന് തന്നെ അഭിപ്രായം. അല്ല എന്നെനിക്ക് ചിന്തിക്കാൻ പറ്റൂല. കാരണം ഈ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. റയൽ മാഡ്രിഡ് പ്ലെയർ ആവുക അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അല്ലാത്തവർക്ക് അത് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാവില്ല. എൻ്റെ പ്ലെയേഴ്സ് എല്ലാവരും മനസ്സിലാക്കണം, ഈ ക്ലബിന് വേണ്ടി കളിക്കുക എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 100% അവർ കൊടുക്കും. ഈ താരങ്ങൾ എല്ലാ കാലത്തേക്കും അവരുടെ ജീവിതത്തിൽ ഓർമ്മിക്കപ്പെടും. റയലിന് വേണ്ടി കളിച്ചവൻ, റയലിൻ്റെ താരമായിരുന്നു അയാൾ എന്നുള്ളത് ജീവിതത്തിൻ്റെ ബാക്കി കാലഘട്ടത്തിൽ മുഴുവൻ അറിയപ്പെടും. അത്തരത്തിലുള്ള വലിയൊരു മാർക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ റയൽ മാഡ്രിഡ് രേഖപ്പെടുത്താൻ പോകുന്നത്. സോ 100% എല്ലാ താരങ്ങളും കൊടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ആർബിലോവ അങ്ങും ഇങ്ങും തൊടാതെ അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.